എവിടെയാണ് കാണുന്നത് നിങ്ങളൊക്കെ? ഞാനിപ്പോ കൈരളി ട്രിവാൻഡ്രം. ഓരോരുത്തരും ഓരോ ലൊക്കേഷനിലൊക്കെ ആയിരിക്കും. പ്ലാൻ ഉണ്ടോ സാർ? ഇതിനകത്ത് ഇപ്പൊ നമുക്ക് വേൾഡ് പല സ്ഥലത്തുള്ള എല്ലാ സ്ഥലത്തുള്ള എല്ലാ ആൾക്കാരുണ്ട്. ഞാനിപ്പോ ഇവിടെ ആന്റണിയും നമ്മുടെ ഇത് വാങ്ങിച്ച കുമാർ മംഗത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് 67 കൺട്രീസിലാണ് ഇത് നമ്മുടെ പടം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് കുമാർ മംഗത്ത് പറഞ്ഞു ഈവൻ ഹിന്ദി പോലും അത്രയും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അതൊരു ഞങ്ങൾക്ക് ഒരു ന്യൂസായിരുന്നു. മൊത്തം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 1500+ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. എന്നോട് കുമാർ മംഗത്ത് പറഞ്ഞാണ് 67 കൺട്രീസ്. അതിനകത്ത് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഹിന്ദി പോലും അത്രയും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല കേട്ടോ, പുള്ളി പറഞ്ഞതാണ്. അല്ല, പുറത്തുനിന്ന് അതുപോലെ വരുന്നുണ്ട് പോസ്റ്റുകളൊക്കെ. കന്നഡ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാംഗ്വേജിലുള്ള ആൾക്കാർ നല്ല ഇതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ടെൻഷനുണ്ടോ? ചെറുതായിട്ട് അല്ല നിങ്ങളെ ഞാൻ പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കണോ വേണ്ടയോ എന്നുള്ളതിന് ഇതാണ്. നിങ്ങളിപ്പോൾ ഒരു 1 or 2 പോലെ എന്നാ പറയുക, ഭയങ്കര ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞു നിന്ന് ഭയങ്കര അങ്ങനെ ഒരു ആംഗിളിൽ വന്നാൽ, അങ്ങനെ ഒരു ആംഗിളിൽ ചിന്തിച്ചിരിക്കുന്നവർ കുറച്ച് ടെൻഷൻ അടിച്ചു. കാരണം അത് ബുദ്ധിമുട്ടാണ്. ഇതൊരു നല്ല സിനിമയാണ്. പക്ഷേ ഇതിനകത്ത് സർപ്രൈസിങ് എലമെന്റ്സ് ഒന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് 1ലും 2ലും ഉള്ള പോലത്തെ ഒരു ഇതല്ല. ഇത് വേറൊരു ആംഗിളിലുള്ള സർപ്രൈസിങ് എലമെന്റ്സ് ആണ്. ആൻഡ് കുറച്ചുകൂടി ഒരു ഇമോഷണൽ, എനിക്ക് വേണ ഒരു ലാലേട്ടൻ്റെ ഒരു നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പക്ഷേ അത് ഭയങ്കര ഒരു, നിങ്ങൾ ഈ പറയുന്ന, ഞാൻ അതുകൊണ്ടാണ് തുടക്കം തൊട്ട് പറയുന്നത്, ഭയങ്കര ട്വിസ്റ്റ്, അത് പ്രതീക്ഷിച്ച് വരരുതെന്ന് പറഞ്ഞത്. നിങ്ങൾക്കൊരു നല്ല സിനിമ കാണണം, ജോർജ് കുട്ടിയുടെ ഫാമിലിയിൽ ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് കാണാനാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് വന്നിരുന്നു. സാർ, അതെ, ഈ ട്രെയിലറിലൊക്കെ കാണിച്ച ഒരു ലാലേട്ടന്റെ ഇമോഷണൽ സൈഡാണ് ഇതിനകത്ത് കുറച്ചും കൂടി കാണിച്ചത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇമോഷൻ, അതായത് ഭയമാണോ അതോ ഒരു ടൈപ്പ് ഓഫ് സങ്കടം അല്ലെങ്കിൽ ഒരു സാഡ്നെസ് ആണോ കൂടുതൽ ഫീച്ചർ ചെയ്യാൻ ശ്രമിച്ചത്? ഇത് ചോദിച്ചയാളുടെ പേരെന്നാ? ഉണ്ണിയാണ്. ഉണ്ണി ഒരു കൊലപാതകത്തിൻ്റെ ഭാഗമായ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചെയ്തു, അല്ലെങ്കിൽ അത് മറയ്ക്കുന്ന, അല്ലെങ്കിൽ ചെയ്തത് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ആരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ പിടിക്കപ്പെട്ടിട്ടില്ല. ഉണ്ണി ഇങ്ങനെ ഓരോ തവണയും ഉണ്ണി എങ്ങനെയെങ്കിലുമൊക്കെ കടന്നുകൂടി പോവുകയാണ്. ജീവിതകാലം മുഴുവൻ ഉണ്ണി എന്തിനായിരിക്കും ഇത് ചെയ്യുന്നത്? ഭയമായിരിക്കില്ലേ? ഇപ്പം നമ്മൾ ടൂവിലൊരു കാര്യം കാണിച്ചു. ആ കൊച്ചും ഇവരും സിറ്റ് ഔട്ടിലിരുന്ന് വർത്താനം പറയുമ്പോൾ ഒരു പോലീസുകാരൻ വന്നിങ്ങനെ പോകുമ്പോൾ എല്ലാവരും ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ എന്ന് പറയുന്ന പോലെ ജോർജ് കുട്ടിയെ ഇപ്പം ഞാനൊരു കറക്റ്റ് ഇത് പറഞ്ഞാൽ, സെക്കൻഡ് പാർട്ട് അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട് എല്ലാം സേഫായി ഇതായി. പക്ഷെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത നമ്മുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു, അതായൊക്കെയുള്ള ശിക്ഷ എന്ന് പറയുന്ന ഡയലോഗുണ്ട്. അപ്പം കുഴപ്പമെന്നു വെച്ചാൽ ജോർജ് കുട്ടി എപ്പോഴും എന്ത് അവസാനിച്ചെന്ന് പറഞ്ഞാലും ഇല്ല, ഇനിയും എൻ്റെ പുറകെ പോലീസ് വരും അല്ലെങ്കിൽ ആരെങ്കിലും വരും എന്നുള്ള ഇതിന് തയ്യാറെടുപ്പിൽ ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ജീവിതകാലത്തിലും മനസ്സമാധാനം കിട്ടുമോ? അതാണ്. അപ്പം നമ്മൾ ഇതുവരെ അവരിൽ അങ്ങനെ ജോർജ് കുട്ടിയുടെ ആ ആംഗിളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. അങ്ങനെ കയറി നമ്മൾ ആ ട്രാക്കിലാണ് പോകുന്നത് എന്ന് കരുതി ഇത് ഭയങ്കര കരഞ്ഞ് ഭയങ്കര അങ്ങനത്തെ ഒരു ഇമോഷണൽ അങ്ങനല്ലത്. ഇതിനകത്ത് ഇമോഷൻസ് വേറെയാണ്. സർപ്രൈസിങ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങളൊക്കെ കുറച്ച് ഊഹിക്കുന്നതും ആയിരിക്കാം. ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്നറിയോ, ഫസ്റ്റിനകത്ത് നിങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം ടോട്ടലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ പലതും പ്രതീക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ സെക്കൻഡ് കൂടെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിലും വലിയ പ്രതീക്ഷയിലാണ്. അപ്പം നിങ്ങളിങ്ങനെ, എനിക്കറിയാം സിനിമ കാണുന്ന പലരും ഞാനും ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണുമ്പോൾ നമ്മളൊരു വാശിയോടെ ഇങ്ങനെ നോക്കും ഫ്രെയിമിൽ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ. അപ്പം ചിലർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോഴും ഈ സിനിമ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇമോഷണൽ ആംഗിളിൽ ഉള്ള ആ ഏരിയ നിങ്ങളെ എന്താ പറയുക പിടിച്ചിരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാം കൂടെ ഒന്നിച്ച് തന്ന പോലെ ഇപ്പോൾ ഇതിപ്പോൾ പ്രോബ്ലം എന്നാണെന്നറിയോ? ഇതിപ്പോൾ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1
ഇനിയിപ്പോൾ ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, ഒരു കൈൻഡ് ഓഫ്, ഞാൻ അവരെ പറയുന്നില്ല, അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. ഇപ്പോൾ എന്നോട് പറയുന്നുണ്ട് എൻ്റെ മേക്കിങ്, സീരിയൽ മേക്കിങ്, മറ്റൊക്കെ. ഐ എം ലീസ്റ്റ് ബോധേഡ്. കാരണം ഞാൻ ഓരോ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് ആ സിനിമയുടെ കഥ എങ്ങനെ പറയണം എന്നുള്ളതാണ്. ഓരോ ഡയറക്ടേഴ്സിനും അവരുടേതായ കാഴ്ചപ്പാടുണ്ട് അതിൻ്റെ പറയുന്ന രീതിക്ക്. അപ്പം ദൃശ്യം 1 എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ നിർമ്മിച്ചോ, ഞാനത് ഷൂട്ട് ചെയ്തോ, അതുപോലെ തന്നെ 2 പോലെ തന്നെയായിരിക്കും 3. കാരണം അതൊരു ഫാമിലി ഡ്രാമയാണ്. ആ ഡ്രാമ അവരുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തൊട്ടേ പറയുന്നത് ഇറ്റ്സ് ആൻ ഫാമിലി ഡ്രാമ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും അതിൻ്റെ ത്രില്ലിങ് ഏരിയയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതിനൊരു ചെറിയ ദുഃഖം എനിക്ക് എന്തുകൊണ്ടായിരുന്നു. കാരണം ഈ സിനിമ അത് മാത്രമല്ലല്ലോ, ഇതിനകത്തൊരു ഫാമിലി, അവരുടെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും 3 വന്നപ്പോൾ ഇച്ചിരി എടുത്തു പറഞ്ഞത്. കാരണം കുറച്ചുകൂടെ ആ ഒരു ആംഗിളിലേക്ക് ഞാൻ പോയത് കൊണ്ട് ഓഡിയൻസ് ഡിസപ്പോയിൻറ്റഡ് ആവരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്ത് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് കണ്ടു. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇതൊരു നല്ല സിനിമയാണ്, അതെനിക്ക് നല്ല കോൺഫിഡൻസോടുകൂടി പറയാം. അതേപോലെ തന്നെ ഈ ലാലേട്ടൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞു ജോർജ് കുട്ടീന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സാറിന് മനസ്സിലായിട്ടുണ്ടോ? അത് രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഞാൻ അതിന് വേറൊരു ആംഗിളാണ് പറഞ്ഞത്. ലാൽ സാറിന് അത് മനസ്സിലായിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം ജോർജ് കുട്ടി എന്ന് പറഞ്ഞ കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഹീസ് ബിയോണ്ട് മൈ കൺട്രോൾ. കാരണം 1 ഞാൻ ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആ കഥാപാത്രത്തിന് വേറെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവും, വേറൊരു തലത്തിലേക്ക് കഥാപാത്രം വളരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. 2 വന്നപ്പോൾ അത് വേറെ തലത്തിലേക്ക് വളർന്നു, 3 വന്നപ്പോൾ അത് വേറൊരു തലത്തിലേക്ക് വളർന്നു. അപ്പം ഹീസ് ഗോയിങ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പോലെ അല്ല ഞാൻ 2 ട്രീറ്റ് ചെയ്തത്, 1ഉം 2ഉം പോലെ അല്ല ഞാൻ 3 ട്രീറ്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോർജ് കുട്ടിയിലെ ക്യാരക്ടറിന് ചേഞ്ചസ് ഉണ്ടാവണം. എങ്കിലേ ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം മനസ്സിലാവുന്നതിനേക്കാളേറെ എൻ്റെ കയ്യിൽ നിന്ന് ആ കഥാപാത്രം പോയിക്കൊണ്ടിരിക്കുക. ഇനി എന്താണ് ചോദിക്കാറുള്ളത്? ഈ ദൃശ്യം 2 ചെയ്തപ്പോൾ ഈ 3 കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ ദൃശ്യം 3 കുറിച്ച് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ഒരു പാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അല്ലല്ല, അങ്ങനെ നമ്മളെ 2 കുറിച്ച് 2 കഴിഞ്ഞപ്പോൾ ഒരിക്കലും എന്നോട് ലാൽ സാറ് അന്ന് എൻ്റെ വീട്ടിൽ വന്ന് പ്രിവ്യൂ കണ്ടിട്ട് ലാൽ സാർ ഇങ്ങനെ ചോദിച്ചു, ജിത്തു ഇത് ഫർദർ ഇതങ്ങനെ പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ലാലേട്ടാ, 3 ഉണ്ടാവുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് അവസാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാനൊരു ആശയം പറഞ്ഞു. ആ ആശയം ലാൽ സാറിന് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ആലോചിച്ചു. സ്വാഭാവികമായിട്ടും എനിക്കൊരു ഐഡിയ കിട്ടി, ഞാനത് ക്രാക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ 3 സംഭവിച്ചു. 4 ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ 4ലേക്കുള്ള ഹിൻഡ് പോലെയോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക അതിൽ എക്സ്പീരിയൻസ് ചെയ്യുമായിരിക്കാം. പക്ഷേ 4 ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം എനിക്കറിയില്ല. ഞാനും ഇപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞിട്ട് 7-8 വർഷം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഉണ്ടായത്. സെക്കൻഡ് കഴിഞ്ഞിട്ട് 4-5 വർഷം കഴിഞ്ഞിട്ടാണ് തേർഡ് ഉണ്ടായത്. ഇനിയും അവരുടെ തേർഡ് കഴിഞ്ഞിട്ട് ജോർജ് കുട്ടിയും ഫാമിലിയുടെയും വളർച്ചയും അവരുടെ ഡെവലപ്മെൻറ്റും ഞാനൊന്ന് നോക്കി കാണട്ടെ. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ വരും. അല്ലാതെ ഞങ്ങളങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല. 4th ഉണ്ടാവും എന്നുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല. എനിക്കറിയില്ല. ഇടയ്ക്കൊരു സോഷ്യൽ മീഡിയ കമന്റ് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഈ ഒരു 13 വർഷം ആയല്ലോ. അപ്പം 13 വർഷത്തില് ഈ സമയം കൊണ്ട് ജോർജ് കുട്ടി ജയിലിൽ പോയിരുന്നെങ്കിൽ ഇറങ്ങായിരുന്നു എന്നുള്ളത്. അല്ലെ, 13 വർഷം പോലും വേണ്ട. ഒരു 7 കാരണം ഒരു ജോർജ് കുട്ടി ജയിലിൽ പോയ ഒരു നല്ല നടപ്പൂടെ കിട്ടും. കാരണം പുള്ളി ഒരു നല്ല മനുഷ്യനാണല്ലോ. ഒരു നല്ല നടപ്പൂടെ ആയിട്ട് പുള്ളി ഒരു 6-7 വർഷത്തിനുള്ളിൽ ഇറങ്ങി വന്നേനെ. പക്ഷെ അന്നേരം എന്നാ കുഴപ്പം എന്നറിയോ? അന്നേരം എന്നാ വെച്ചാല് അങ്ങനെ ജയിലിൽ പോയിട്ട് ഇറക്കിക്കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ 2nd ഉം 3rd ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ജയിലിൽ വിടാത്തത്. അല്ല, അങ്ങനെ ഒരു കമന്റ് കാണുമ്പോ എന്താണ് തോന്നുന്നത്? അല്ലല്ല, ഞാൻ അങ്ങനത്തെ കമന്റ്സ് എല്ലാം എൻജോയ് ചെയ്യുന്നത്. ഞാൻ അങ്ങനത്തെ കമന്റ്സും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ എല്ലാം എൻജോയ് ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സിനിമ ചെയ്യുന്നു, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. ചില സിനിമകൾ ചെയ്യുമ്പോൾ അത് ആൾക്കാർ ഞാൻ ഉദ്ദേശിച്ച ഇത് കിട്ടാതെ വന്ന് അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു. ചിലത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല.
ഇതൊക്കെ സംഭവിക്കും. കാരണം ഇതിന് സിനിമയ്ക്ക് അങ്ങനെ ഫോർമുലയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും വളരെ ഒരു പോസിറ്റീവ് നോട്ടിൽ കാണുന്ന ഒരാളാണ്. കാരണം എൻ്റെ മനസ്സിലൊരാശയം വരുന്നു, ആശയം ചെയ്തു, ഇത് ചെയ്തു. അപ്പം ഒരാൾ പറയുകയാണ്, ഞാൻ ഭയങ്കര ചിരിച്ചോണ്ടായിരുന്നു. ശരിയാണല്ലോ, 13 വർഷമായി പണ്ട് ജയിലിൽ പോയി. അപ്പം ആ ഒരു ആംഗിൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതുപോലെ വേറെ ഇതുപോലെ വേറെ കുറേ എണ്ണം ഇതുപോലെ കുറേ കമൻസ് ഞാൻ കണ്ടു.